ഗഫൂരെ, ഈ അവിടെ എന്തെടുക്കാണ്? ഇവിടെ ചോറ് കൊടുക്ക്. ഇതൊന്നും അവിടുന്ന് എടുക്കണ്ടെന്ന്. കുറച്ച് വെള്ളം. ഗഫൂരെ, അവിടെ ചോറ് കൊടുത്തു, ഈ വെള്ളം കൊടുക്ക്. അയാള് മൗത്തിന്റെ ആളിന് മരിക്കാൻ കിടക്കുന്നല്ലോ. ഞമ്മളെ കയ്യൊന്ന് ഒയ്യട്ടെ, ഞമ്മള് കൊടുക്കാന്ന്. ഹലോ, ഈ പപ്പടൊന്ന് മാറ്റി തരണം. ഇതിന്റെ വക്കൽപ്പം പൊട്ടിയിട്ടുണ്ട്. ഇവിടെ വക്ക് പൊട്ടിയതേ കിട്ടൂ. കാരണം ഇതിന്റെ ഉടമല്ലേ അയാള് വക്ക് പൊട്ടിയാണ്. മനസ്സിലായില്ലേ? അല്ല, അതിന്റെ പൊട്ടിയ വക്ക് മതിയോ? പോരാ, പൊട്ടാത്തത് തിന്നാ കഴിയുന്നു. എടുത്തുകൊണ്ട് വാടോ പൊട്ട. ഓശാരത്തിനാ കാശ് തരുന്നില്ലേ? കാശ് വാങ്ങുന്നവനതാ ഇവിടെ വെറുതിരിക്കണ. ഓനോട് പശ വാങ്ങി തോന്ന് ഒട്ടിച്ചേരാൻ പറയും. രാവിലെ തുടങ്ങിയാന്ന് മനുഷ്യൻ വാലിന് തീ പിടിച്ച മാതിരി ഓട്ടം. ഇതുവരെ നമുക്കൊന്ന് മൂത്രവയ്ക്കാൻ പറ്റിയില്ലെന്ന്. ഗഫൂരെ, ആ ഗ്യാസ് കുറ്റിയെടുത്ത് അകത്തേക്ക് വെക്ക്. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കവുങ്ങമ്മ കേറിയിട്ട് തേങ്ങയും വാങ്ങി ഒരുമിച്ച് വരയ്ക്കാൻ മനക്കിടരുത്. നിങ്ങളോട് എത്ര നാളായിന്ന് 2 പണിക്കാര് വെക്കാൻ പറയുന്നു. അന്റെ വർത്തമാനം കേട്ടാ തോന്നില്ലടോ ഇവിടെ മരമറിക്കാന്ന്. എടുക്കുന്ന പണിക്ക് കായം എണ്ണി തരുന്നില്ലേ? പിന്നെ 200 റുപ്യക്ക് വലിയ എണ്ണല് വേണല്ലോ. ഇതിലും നല്ലത് ഞമ്മക്ക് ആ തൊഴിലുറപ്പിന്ന് പോണാണ്. ഒന്നുമില്ല 2 പെണ്ണുങ്ങളെ കാണാലോ. ഇത് ഓടയിലെ പൂച്ച പോലത്തെ ഒരു കാക്ക. ഹോട്ടലായിട്ടും കാര്യമല്ല. നിങ്ങളെ മോന്ത കണ്ടാ കുടിക്കാൻ വെള്ളം കിട്ടൂല. മമ്മൂദേ, എന്താണ് ഇവിടെ? ഇവിടെ ഒരു ചെറിയ കേസ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടി കോടതിയിൽ വന്നതാ. വാ മോനെ, കേറി എന്തെങ്കിലും കഴിച്ചിട്ട് പോയി. അയ്യോ, വേണ്ട വേണ്ട, അത് ശരിയാവില്ല. എന്ത് ശരിയാവൂലെന്ന്? ഉണ്ടാക്കി വെച്ച ഭക്ഷണം തിന്നാണ്ട് പോയാല് ഉള്ളതില്ലാണ്ടാവുന്നാണ് പണ്ടുള്ളവര് പറഞ്ഞത്. അതോ, എന്നാ പിന്നെ തിന്നാണ്ടിക്കാൻ കഴിയൂലല്ലോ. വാ വാ വാ, എല്ലാരും കേറിക്കോളി. ഇവരെല്ലാം ആരുകളാണ്? ഇവരാണ് എന്റെ കേസിന്റെ സാക്ഷികള്. ഗഫൂർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. അവൻ ഭക്ഷണത്തിന് വിളിച്ചിട്ടേ നമ്മള് വന്നില്ലെങ്കിലേ അതവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു മമ്മൂദേ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഓ, ഈ ബിരിയാണി ചെമ്മ എങ്ങോട്ടാണ് കൊണ്ടുപോണത്? വേറൊരു വയ്യില്ലാഞ്ഞിട്ടാണ്. ഇവിടെ ഇപ്പൊ നടന്ന ഈ അക്രമത്തിന് നഷ്ടപരിഹാരം നമ്മൾ വെക്കണമെങ്കിൽ 6 മാസങ്ങൾ ഇവിടെ പണിയെടുക്കണം ഫ്രീ ആയിട്ട്. അതിനെ കൊണ്ട് ഇതുവരെ നിന്നതിനുള്ള ബോണസ് ആയിട്ട് നമ്മൾ ബിരിയാണി ചെമ്പായിട്ട് പോവാണ്.